ബാലശങ്കർ മന്നത്ത് പത്മനാഭന്റെ ചെറുമകനാണ്. അദ്ദേഹം ഒരിക്കൽ പെരുന്നയിൽ വന്നപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി തടഞ്ഞിട്ട് നിങ്ങൾ കയറണോ വേണ്ടയോ എന്ന് മുകളിൽ പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സുകുമാരൻ നായരോട് പോയി ചോദിച്ചപ്പോൾ കയറണ്ടെന്ന് പറഞ്ഞു. മന്നത്ത് പത്മനാഭന്റെ ചെറുമകൻ ഈ അനുഭവമാണ് എങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയണ്ട. ഇപ്പൊ ഉപരാഷ്ട്രപതി മന്നത്ത് സമാധിയിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ വരണ്ട എന്ന് പറയുകയാണ് സുകുമാരൻ നായർ. ഇയാൾക്ക് എന്താണ് അവകാശം? മന്നത്ത് പത്മനാഭന്റെ സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ പാടില്ല, വരാൻ പാടില്ല, ഇയാൾക്ക് താല്പര്യമുള്ളവർ മാത്രമേ വരാവൂ. എന്താ മന്നത്ത് അല്ലെങ്കിൽ NSSന്റെ നായന്മാരുടെ കുത്തവകാശം സുകുമാരൻ നായർ പേറിയിരിക്കുകയാണ്. എന്താണ് സുകുമാരൻ നായരുടെ ബുദ്ധിസ്ഥിരത ഇല്ലാതായിരിക്കുകയാണ് സുകുമാരൻ നായർക്ക്? അയാൾക്ക് നെല്ലിക്കാത്തളം വെക്കേണ്ട സമയമായിട്ടുണ്ട്. അത് നായന്മാർ കൂടി ആലോചിച്ച് ബലപ്രയോഗം നടത്തിയെങ്കിലും അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അർഹതയില്ലാത്തവനൊക്കെ ഏതെങ്കിലുമൊക്കെ പോസ്റ്റിൽ അനർഹമായിട്ട് ചില പിഴവുകൾ കൂടി സംഭവിച്ച് വരുന്നതിൻ്റെ ഒരു മോശം അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് NSS പുള്ളിയുടെ ഏതാണ്ട് കക്ഷത്തിലിരിക്കുന്ന സാധനമാണ്. പുള്ളിയാണ് ഈ ലോക നായന്മാരെ മൊത്തം നിയന്ത്രിക്കുന്നത്. ലോക നായന്മാരുടെ മൊത്തം തന്ത പുള്ളിയാണ് എന്നുള്ള രീതിയിൽ, അതായത് അയാളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി NSSനെ ഉപയോഗിക്കുന്നു. ഇപ്പം ഇപ്പം ആദ്യം പറഞ്ഞല്ലോ, NSSന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന മന്നത്ത് പത്മനാഭന്റെ ചെറുമകൻ വന്നപ്പോൾ കയറ്റണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു NSS ജനറൽ സെക്രട്ടറി, അതായത് അയാളുടെ മകളെ അടുത്ത പ്രാവശ്യം NSSന്റെ ജനറൽ സെക്രട്ടറി ആക്കുന്നതിന് വേണ്ടിയുള്ള പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു NSS ജനറൽ സെക്രട്ടറി. NSSന്റെ എന്ത് താല്പര്യവും അല്ലെങ്കിൽ NSSന് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാർ ഡയറക്ടർ ബോർഡിൽ ഉണ്ടെങ്കിൽ തന്നെ ഇയാളുടെ മുമ്പിൽ ചെന്ന് കുനിഞ്ഞു നിൽക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഇയാളുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ ഡയറക്ടർ ബോർഡിലല്ല, പിന്നെ NSSൽ പോലും വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു മനോഭാവമായിട്ട് പോകുന്ന ഒരു ജനറൽ സെക്രട്ടറി. അത് NSSന്റെ അവസാനത്തെ ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാലും തെറ്റ് പറയാനൊന്നുമില്ല. മനസ്സിലാവും, ഇത് എങ്ങനെ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. ഈ ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഉള്ള എല്ലാ ആൾക്കാരും, വിവിധ ജാതി മത സംഘടനയിലുള്ള ആൾക്കാർക്ക് താല്പര്യമുണ്ടാകുന്ന, NSSന് പുരോഗതി ഉണ്ടാകുന്നതിനോടൊപ്പം മറ്റ് ഒരു മതത്തിനും മോശം വരാത്ത, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത, അവരുടെയും കൂടെ ഉയർച്ചയ്ക്ക് വേണ്ടി താല്പര്യത്തിന് വേണ്ടി അതേ രീതിയിൽ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനം. അങ്ങനെയാണ് മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന ആൾ ഓരോ വീട്ടിലും, അന്ന് പറയുന്ന ഓരോ വീട്ടിലും കയറി 1 രൂപ വീതം സ്വീകരിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനം അതിനപ്പുറം, അദ്ദേഹം ഉണ്ടാക്കിയതിനപ്പുറം 1 ഇഞ്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുവരെ സാധിക്കാത്ത ഈ NSS ജനറൽ സെക്രട്ടറി, ഇദ്ദേഹമാണ് ഇതിനകത്ത് ഏറ്റവും മോശമായ, ഏറ്റവും ധാർഷ്ട്യമുള്ള, ലോകത്താരെ അംഗീകരിക്കാത്ത, എല്ലാവരോടും പുച്ഛമുള്ള ഒരു ഏത് വേടാണ്, എനിക്ക് എൻ്റെ ഒരു സംസ്കാരം അനുസരിച്ച് അത് പറയാൻ പറ്റത്തില്ല. അയാൾ ഇപ്പം ഇവിടെ ആരെയാണ് അയാൾ ധിക്കരിച്ചേക്കുന്നത്? അയാൾ പറയുന്നത് എനിക്ക് രാഷ്ട്രീയമില്ല, ഞാൻ BJP-കാരനല്ല, ഇലക്ഷനോടനുബന്ധിച്ചാണ് ഉപരാഷ്ട്രപതി അവിടെ കയറ്റത്. ഉപരാഷ്ട്രപതിയുടെ രാഷ്ട്രീയമാണോ നോക്കേണ്ടത്? അദ്ദേഹം കേരളക്കാരൻ. ഒന്നാമത്തെ ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞ പോസ്റ്റ് എത്ര വലിയ പോസ്റ്റാണ്. അയാൾ ഇന്ത്യ മഹാരാജ്യത്തിലല്ലേ താമസിക്കുന്നത്. അദ്ദേഹം ഈ കേരളത്തിൽ 2 ദിവസത്തെ സന്ദർശനത്തിന് വന്നിരിക്കുകയാണ്. 2 ദിവസത്തെ സന്ദർശനത്തിന് വരുമ്പോൾ ചങ്ങനാശ്ശേരിയിൽ വിമാനം ഇറങ്ങുന്ന അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന അദ്ദേഹം ആദ്യം തീരുമാനിച്ചിരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന NSS ആസ്ഥാനത്ത് എന്ന് വലിയ മനുഷ്യനെ അല്ലെങ്കിൽ മന്നത്ത് പത്മനാഭന്റെ സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നു. അതായത് ഈ പറയുന്ന ഈ സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ തീരുമാനിക്കുന്നത് അല്ല ഇയാളുടെ വലിപ്പം കണ്ടുകൊണ്ടൊന്നുമല്ല, ഇയാളുടെ വലിപ്പത്തിൽ ഉണ്ടായതല്ല ഈ പറയുന്ന NSS എന്ന് പറയുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ ആൾക്കാർ അംഗീകരിക്കുന്നത്. ഈ മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ, ആ മനുഷ്യൻ ചെയ്ത ഗുണം കൊണ്ട് ഇന്ന് NSSനെ ബഹുമാനിക്കുന്നു. അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരുന്നു കൊണ്ട് ഈ NSSനെ അപമാനിക്കുന്ന രീതിയിലേക്ക് പോകും. അദ്ദേഹം അവിടെ നിന്ന് പുഷ്പാർച്ചന നടത്തുന്നത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ഏത് പോസ്റ്റാണ്? അല്ലെങ്കിൽ ഏത് ജാതി ആയാലും എന്താണ്? അല്ലെങ്കിൽ ഏത് പാർട്ടി ആയാലും എന്താണ്? അദ്ദേഹം അവിടെ വരും. ഇതുപോലെ തന്നെ നമ്മുടെ ഗോവ ഗവർണർ അവിടെ അനുവാദം ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ വികാര
ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ആനന്ദബോസ്, അദ്ദേഹം കേരളക്കാരനാണ്. അദ്ദേഹത്തിന് സുരേഷ് ഗോപിയെ പിടിക്കില്ല, പിന്നെ ആനന്ദബോസിനെ പിടിക്കില്ല, അങ്ങനെ കുറെ ഇദ്ദേഹത്തിന് കുറച്ച് ആളുകളുണ്ട്. അവരെ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം വന്നില്ല. രമേശ് ചെന്നിത്തല ചെല്ലുന്നു, കൊടിക്കുന്നിൽ സുരേഷ് ചെല്ലുന്നു, അല്ലെങ്കിൽ മറ്റ് പല പാർട്ടി വേണുഗോപാൽ, ശ്രീധരൻപിള്ള പോകുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വാസവൻ ചെല്ലുന്നു. അദ്ദേഹത്തിന്റെ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടിമപ്പെട്ട് നിൽക്കുന്നവർ, അദ്ദേഹം പറയുന്ന കേൾക്കുന്നവർ, അദ്ദേഹത്തിന് ഏറാൻ മൂളുന്നവർ ഒക്കെ മാത്രം അവിടെ ചെന്നാൽ മതി. ബാക്കി ആരെങ്കിലും ഒക്കെ അവിടെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെ അസഹിഷ്ണുതയുടെ ഒരു വൃദ്ധൻ, അല്ലെങ്കിൽ ഒരു പരമ സാധനം എന്നുള്ള രീതി പറയേണ്ടത്. ഇതുപോലെ ഇതിനു മുമ്പ് ജനറൽ സെക്രട്ടറിമാർ ഇരുന്നിട്ടില്ലേ? എത്രയോ വലിപ്പത്തിലുള്ള, അല്ലെങ്കിൽ NSSന് അഭിമാനം കൊള്ളത്ത രീതിയിൽ ഉള്ള ജനറൽ സെക്രട്ടറിമാരൊക്കെ ഇരുന്നിട്ടില്ലേ? അതിനകത്തൊന്നും അവരാരും ജാതി മതമൊന്നും കണ്ടില്ല. ഇയാളുടെ വലിപ്പത്തിനോ ഇയാളുടെ കുടുംബസ്വത്ത് പോലാണല്ലോ ഇയാൾ കൈകാര്യം ചെയ്യുന്നത്. പത്മഭൂഷൺ, ഇയാൾക്ക് പത്മഭൂഷൺ അല്ല, ഒരു പരമ പോലും കൊടുക്കാനുള്ള യോഗ്യതയുള്ള മനുഷ്യനല്ല ഇയാൾ. കാരണം ഇയാള് NSS എന്ന് പറയുന്നത് ഇയാള് ഈ സമുദായത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഈ സമുദായത്തിനെ ഏറ്റവും മോശമാക്കുന്ന രീതി. ഇപ്പൊ ഇയാൾക്കല്ലോ മോശം, NSS എന്നല്ലേ പറയുന്നത്. ഉപരാഷ്ട്രപതിയെ നിഷേധിക്കുന്നത് ഇന്ത്യ മൊത്തം ചർച്ചയാവത്തില്ലേ, അല്ലെങ്കിൽ വലിയ വാർത്തയാവത്തില്ലേ? ഉപരാഷ്ട്രപതിക്ക് പുഷ്പാർച്ചന നടത്താൻ NSS ആസ്ഥാനത്ത് അനുമതിയില്ലെന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇയാൾ ഇരിക്കുന്ന കണ്ടുണ്ടോ? ഇയാൾ ഒരു കസേരയിടും, ബാക്കിയുള്ളവരെല്ലാം വട്ടം വന്നു നിന്നോ. അതായത് ഇദ്ദേഹം ഏതാണ്ട് ഒരു വലിയ സാധനമാണ്. കുണ്ടികുനിക്ക് പക്ഷി എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട്, നിങ്ങൾ കണ്ടുണ്ടോ എന്ന് എനിക്കറിയാം, ഞങ്ങളുടെ നാട്ടിലുണ്ടൊക്കെ ഉണ്ട്. ഇത് എപ്പോഴും കുണ്ടിയിട്ട് ആട്ടിക്കൊണ്ടിരിക്കും. അതിന്റെ വിചാരം ഈ കുണ്ടി കുലുങ്ങുമ്പോൾ ലോകം മൊത്തം കുലുങ്ങുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതിനകത്ത് കയറാൻ ഉപരാഷ്ട്രപതിക്ക് പറ്റും, പുഷ്പാർച്ചന നടത്താൻ ഉപരാഷ്ട്രപതിക്ക് പറ്റും, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ അധികാരമുള്ളതാണ്. പക്ഷെ അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ വലിയ പദവി ഈ പറയുന്നിടത്ത് കാണിക്കാൻ ഉള്ളത് ആണെന്ന് വിചാരിക്കുന്നില്ല. മനസ്സിലാവും? ഇവിടെ പറ്റിയൊരു പ്രശ്നം മനസ്സിലായോ? വലിയ ആളാവാനാണ് സുകുമാരൻ നായർ നോക്കിയത്, പക്ഷെ തിരിച്ചടി കിട്ടി. കാരണം ഇത് ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. ഉപരാഷ്ട്രപതിയെ മന്ന സമാധിയിൽ കയറ്റിയില്ല എന്ന് പറയുമ്പോൾ ഇയാൾക്ക് തിരിച്ചടി കിട്ടുകയല്ലേ? ജാതിയോ മതമോ പാർട്ടിയോ ഒന്നും നോക്കണ്ട, ഒരു ഉപരാഷ്ട്രപതി വരികയാണ്, അദ്ദേഹത്തിന് പുഷ്പാർച്ചന നടത്തണമെന്ന് പറഞ്ഞാൽ NSS എന്ന് പറയുന്ന സുകുമാരൻ നായരുടെ കുടുംബ വകയല്ല. സുകുമാരൻ നായർ ജനിച്ചപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമല്ല. അത് മന്നത്ത് പത്മനാഭനെ പോലെ ഒരുപാട് ആളുകൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം. അതില് വലിഞ്ഞു കയറി ഇരിക്കുന്നത് പോലെയാണ് സുകുമാരൻ നായർ ഇപ്പൊ ഇരിക്കുന്നത്. ഞാനും അപ്പനും പിന്നെ സുഭദ്രയും, ഇതാണ് ഒരു വട്ടം. അത് ഞാൻ കഴിഞ്ഞാൽ മകള് കഴിഞ്ഞാൽ മരുമകൻ കഴിഞ്ഞാൽ അടുത്ത കൊച്ചുമക്കൾ. ഇതാണ് NSSന്റെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് ഇദ്ദേഹം പോകുന്നത്. ഇപ്പോ ഇത് ലോകം മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ നാണക്കേട് ആർക്കാണ്? NSSനാണ്. NSS ഇപ്പോ എന്താ പറയുക, ഒരു പിന്നെ വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. സുകുമാരൻ നായർ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ ധനലക്ഷ്മി ബാങ്കുമായൊക്കെ ബന്ധപ്പെട്ട് നേരത്തെ ചില വിഷയങ്ങളൊക്കെ ഈ സുകുമാരൻ നായർക്കെതിരെ വരുന്നുണ്ട്. ഇനി അക്കാര്യത്തിലൊക്കെ കൃത്യമായ നിലപാട് കേന്ദ്രം എടുക്കുമെന്നാണ് ഇപ്പൊ പുറത്തു വരുന്നത്. കേന്ദ്രം എടുക്കുമെന്നുള്ള അദ്ദേഹത്തിന് മരുമകനുമായൊക്കെ ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പലരും അത് എഴുതിയിട്ടുണ്ട്. എനിക്കൊന്ന് KS രാധാകൃഷ്ണൻ അടക്കം അദ്ദേഹം ഫേസ്ബുക്കിൽ ഇത് എന്റെ ഓർമ്മ. അതായത് അതിനകത്ത് ഇദ്ദേഹത്തിന്റെ മരുമകൻ ധനലക്ഷ്മി ബാങ്കിന്റെ മാനേജരായിരുന്നു. ഇതിന്റെ ശാഖ പെരുന്നയിലുണ്ടായിരുന്നു. ആ ശാഖയിൽ NSSന്റെ ഫണ്ട് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ മരുമകൻ പ്രമോഷൻ കിട്ടി വരികയും, അല്ലെങ്കിൽ NSSന്റെ ധനലക്ഷ്മി ബാങ്ക് ഇദ്ദേഹത്തിന്റെ മരുമകനായതുകൊണ്ട് ഒരുപക്ഷെ ആ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ബാങ്ക് മാനേജരായിട്ട് കയറിപ്പറ്റി ആ പദവിയിലിരുന്ന് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം പറ്റി ആ പദവി ബാങ്ക് മാനേജർ എന്ന പദവി അലങ്കരിച്ച് മുന്നോട്ട് വന്നപ്പോൾ അതിനകത്ത് ഓരോ സമയം കഴിയുമ്പോഴും പോസ്റ്റ് മേപ്പോട്ട് പ്രമോഷൻ വരുമല്ലോ. പ്രമോഷൻ വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്നതിന് ഒരുപക്ഷെ ഇവിടുന്ന് മാറി അത് റിസർവ് ബാങ്ക് ലെവലിലേക്ക് മാറിയപ്പോൾ ഇദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് കണ്ടു. ഇയാൾ അകത്ത് പോകുമെന്നുള്ള രീതി വന്നു. അന്നേരം ഇദ്ദേഹം രാജിവെക്കേണ്ട ഒരു അവസ്ഥ വന്നു. എന്നിട്ട് ഇയാൾ ചെയ്ത പരിപാടി എന്ന് പറയാം, ഇയാൾ എത്രയോ ചെറിയ മനസ്സിനുടമയാണെന്നറിയാം. ഇയാൾ ആ NSSനകത്ത് അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഫണ്ട് ഈ പറയുന്ന ധനലക്ഷ്മി ബാങ്കിൽ മാറ്റി വേറെ 24 മണിക്കൂറിനകം മാറ്റി വേറെ ബാങ്കിലിട്ടു. കാരണം ധനലക്ഷ്മി ബാങ്ക് ഒന്നും ചെയ്തതല്ല. ഇയാളുടെ മരുമകൻ കള്ളത്തരം കാണിച്ചതുകൊണ്ട്, ഇയാളുടെ മരുമകൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതുകൊണ്ട്, ബാങ്കിൽ കയറി ഇരുന്നതുകൊണ്ട്, ബാങ്കിനെ കളിപ്പിച്ചുകൊണ്ട്, എന്നിട്ട് പോലും പലർക്കും അറിയാം എന്നുള്ളത് ഉണ്ടായിട്ടും ഇയാൾ NSSന്റെ ജനറൽ സെക്രട്ടറിയും അതിന്റെ മരുമകനുമാണെന്നുകൊണ്ട് പിടിക്കാവുന്നിടത്തെല്ലാം ഒതുക്കി വെച്ചു. അതിനപ്പുറം ഇവർക്ക് ഒതുക്കി വെക്കാൻ പറ്റാത്ത തലത്തിലേക്ക് പ്രമോഷന്റെ കാര്യം വന്നപ്പോൾ, സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തെ, അല്ലെങ്കിൽ അത് പിടികൂടുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം രാജിവെച്ചു.
ആ രാജിവെച്ചത് ആരുടെ കുഴപ്പം കൊണ്ട്? അയാളുടെ മരുമകന്റെ കുഴപ്പം കൊണ്ട്, അയാളുടെ മരുമകന്റെ സർട്ടിഫിക്കറ്റിന്റെ കുഴപ്പം കൊണ്ട്, മരുമകൻ കള്ളത്തരം കാണിച്ചുകൊണ്ട്. അതിന് അയാൾ പകപോക്കുന്ന ഏതാണെന്ന് പറയുക, ധനലക്ഷ്മി ബാങ്കിൽ കിടന്ന അയാളുടെ ഫണ്ട് പോലുമല്ല, NSSന്റെ മറ്റ് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഫണ്ട് അയാൾ വേറെ ബാങ്കിലേക്ക് മാറ്റുകയാണ്. ഇത്രയ്ക്ക് ചെറിയ മനസ്സിനുടമ, അതായത് ഒരു സമുദായത്തെ മൊത്തം കുടുംബത്തിനും താല്പര്യത്തിനും അല്ലെങ്കിൽ അയാളുടെ ഇഷ്ടത്തിനും ഒക്കെ വേണ്ടി കൊണ്ടു നടക്കുന്ന ഒരവസ്ഥ. അയാൾ ഈ പറയുന്ന അയാൾക്ക് എവിടാ നായർ സ്നേഹം? അയാൾ ഞാൻ ചോദിച്ചു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രി കേരളത്തിൽ ഇരുന്ന സമയത്ത്, ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്ന സമയത്ത് ഈ രമേശ് ചെന്നിത്തല അവിടെ ചെന്നപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നായരാ, അയാളെ മാറ്റിയിട്ട് താക്കോൽ സ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്ക് വേണമെന്ന് പറഞ്ഞു കൊടുത്തു. അയാൾക്ക് അതുപോലെ വേറെ ചില സമയത്ത് ഇയാളത്ത് ചെന്ന് സംസാരിക്കണം, ഇയാളത്ത് ചെന്ന് ഏറാൻ പോകണം, നേരത്തെ നട്ടല് വളച്ചു നിൽക്കണം. എല്ലാവർക്കും ഒന്നും പറ്റുന്ന പരിപാടിയല്ല, മനസ്സിലാവുന്നുണ്ട്. ഇയാൾ നേരത്തെ ഈ ശശി തരൂർ എന്ന് പറയുന്ന ആളിനെ ഡൽഹി നായർ എന്ന് പറഞ്ഞ ആക്ഷേപിച്ചു. അയാൾ ഈ ആവശ്യമില്ലാതെ ഈ പോലെ ഒരു സാധനത്തിനെ ഒന്നും കാണാൻ പോകേണ്ട കാര്യം പുള്ളിക്കൊന്നുമില്ല. പുള്ളിയെ ഇന്ത്യയിലേക്ക് അപ്പുറം ലോകത്ത് ഏത് നായന്മാരെ ഇയാളുടെ പിന്നെ അവിടെ ചെന്ന് കിടക്കുക. നായന്മാർക്ക് ഇപ്പോഴും മന്നത്ത് പത്മനാഭൻ തന്നെയാണ്. നായന്മാർ ഇയാള് പറഞ്ഞ കേൾക്കത്തില്ല, ഇയാള് കേൾക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇയാള് നായന്മാരുടെ നാശമാണ്, നായന്മാർക്ക് അപമാനമാണ്, അത്തരത്തിലുള്ള ജനറൽ സെക്രട്ടറിയാണ്. അപ്പം നേരത്തെ ഞാൻ ഈ പറഞ്ഞു വന്ന് ശശി തരൂരിനെ ഇയാൾക്ക് ഇഷ്ടമല്ല, ഡൽഹി നായർ എന്നൊക്കെ പറഞ്ഞ ഇയാളെ വന്ന് കുമ്പിടേണ്ട കാര്യമുണ്ടോ? അയാൾക്ക് വലിയ പോസ്റ്റുള്ള ആളാണ്. അവസാനം ഒരു സുപ്രഭാതത്തിൽ ശശി തരൂരിനെ വിളിച്ച് അവിടെ ഇരുത്തി ഇയാളുടെ തലപ്പാവൊക്കെ കൊടുത്ത് ഇയാളാ ഏറ്റവും വലിയ നായരെന്ന് പറഞ്ഞ് എഴുന്നള്ളിച്ചു. അതായത് ഇയാളത്ത് ചെന്ന് സംസാരിക്കുകയോ ഇയാളത്ത് ചെല്ലുകയോ മറ്റു കാര്യങ്ങൾ പറയുകയോ ഒക്കെ ചെയ്തതാണ്. അപ്പൊ ഇയാള് ഒരു നാശമാണ്. ഇപ്പൊ ഇയാൾ കാണിച്ചിരിക്കുന്നത് ഇയാൾ ആരാണ്? ഇയാൾ വിചാരം ഇയാളൊരു കുണ്ടികുണുക്കി പക്ഷിയാണ്, നായന്മാരുടെ നാശമാണ്, ഇയാൾക്ക് പ്രായാധിക്യത്തിന്റെ പ്രശ്നമാണ്, ഇയാളുടെ മകളെ ഇതിന്റെ സ്ഥാനത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. അല്ലെ, എല്ലാ രീതിയിലും താല്പര്യങ്ങൾ NSSന്റെ കെയർ ഓഫിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി NSSനെ അല്ലെങ്കിൽ ഉള്ള നായന്മാരെ മൊത്തം പേര് പറയിക്കുന്ന അല്ലെങ്കിൽ അവരെ ഉപയോഗിച്ച് ഇത്ര പേര് ഞങ്ങളുണ്ട്, ഞാനാണ് ഇതെല്ലാം നയിക്കുന്നത്, എൻ്റെ കയ്യിലാണ് ഇതിൻ്റെ ഇരിക്കുന്നത്, ഞാൻ പറയുന്നത് പോലെ ഉള്ളൂ എന്ന് ഇയാൾ എന്തൊരു ആളെ ഇയാൾ ഇരുന്നപ്പോഴാന്ന് തോന്നുന്നല്ലോ കുര്യന്റെ വിഷയം വന്നത്. കുര്യന്റെ വിഷയം, കുര്യൻ ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള ആരും അറയ്ക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ ആ കുര്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി NSSന്റെ മിനിറ്റ്സ് തിരുത്തിയ മനുഷ്യനാണ് അയാള്. അന്ന് കുര്യൻ അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അങ്ങനെയാണ് കുര്യൻ ആ കേസിൽ നിന്ന്, സൂര്യനെല്ലി കേസിൽ നിന്ന് രക്ഷപ്പെടുന്നത്. മനസ്സിലാവുന്നോ? ഈ പറയുന്ന സമയത്ത് കുര്യൻ ഈ പീഡനം, ഒരു പെൺകുട്ടിയുടെ പീഡനമായിട്ട് ബന്ധപ്പെട്ട പീഡനം നടക്കുന്ന സമയത്ത് ആ സ്ഥലത്ത് ഇല്ല എന്ന് NSSന്റെ മിനിറ്റ്സിനകത്ത് ആ സമയത്ത് അവിടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിലുണ്ടെന്ന് മിനിറ്റ്സ് തിരുത്തി കൊടുത്തി. അതായത് അയാളുടെ താല്പര്യങ്ങൾ, അത് ജാതിയും മതവും ഒന്നുമല്ല, പുള്ളിക്ക് ഇറാൻ മൂളുന്ന ആൾക്കാർ, പുള്ളികൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, അവരെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതിപ്പോ പറയൊരു ഉപരാഷ്ട്രപതി RSSകാരനായിരിക്കും അല്ലെങ്കിൽ BJPക്കാരനായിരിക്കും, പക്ഷെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ്. ആ പോസ്റ്റിന് വലിയ വലിപ്പമുണ്ട്. അയാളെ അംഗീകരിക്കുക, അതായത് ലോകത്ത് അയാളെ ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയില്ല. അതായത് ഇത്തരത്തിലുള്ള ആൾക്കാർ ഒരു പോസ്റ്റിലും അല്ലെങ്കിൽ സമുദായത്തിന്റെ ആയാലും രാഷ്ട്രീയത്തിന്റെ ആയാലും ഒന്നിന്റെയും ഒരു പോസ്റ്റിലും വരാൻ പാടില്ല. കാരണം അത്തരത്തിലുള്ള ആൾക്കാർ വന്നാൽ ആ ഇരിക്കുന്ന പോസ്റ്റ് അല്ലെങ്കിൽ അത് എന്തിന്റെ പോസ്റ്റാണെന്നോ അതിനെ നില്ലായ്മ ചെയ്യുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നാശമാക്കുന്ന അവസ്ഥയിലേക്ക് അതുവരെ പടുത്തുയർത്തിക്കൊണ്ട് വന്ന ആ സമുദായമായാലും രാഷ്ട്രീയമായാലും പ്രസ്ഥാനമായാലും എല്ലാം തീർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഏതായാലും NSSന്റെ ഗതികേടാണ് ഇതുപോലൊരു ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജനറൽ സെക്രട്ടറി. 84 വയസ്സായി, ഇനിയെങ്കിലും ഇത് ഒഴിഞ്ഞ് ഇറങ്ങിപ്പോയിക്കൂടെ? നായന്മാർക്ക് നാശമായിട്ടുള്ള ഒരു നാറിയ ജനറൽ സെക്രട്ടറി. അത്രയും വരെ പറയാൻ പറ്റത്തുള്ളൂ, അതിനപ്പുറം നമ്മുടെ ചാനലിൽ നിന്ന് പറയാൻ പറ്റത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.